ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. കുറേ നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരു ഐറ്റമാണിത്. അപ്പോൾ ഇപ്പോഴാണത് പറ്റിയത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോയുടെ കൂടെ തന്നെ നമ്മുടെ ഒരു പുതിയ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടാണ്. നമ്മുടെ അനിയത്തി കൊണ്ട് തന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു കട്ടിംഗ് ബോർഡും അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു നൈഫും ഒരു ചെറിയ നൈഫും ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു മീനൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സിസേഴ്സും ഒരു പീലറും ഉണ്ടായിരുന്നു. നല്ല മൂർച്ചയുള്ള ഐറ്റമാണ്. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കത്തിയുടെ മൂർച്ച നമ്മൾ ഇതിനകത്ത് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുവേണ്ടി അതൊരു സവാളയാണ് എടുത്തത്. ഒരു സവാള കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പണിപാളിയാലും നമ്മൾ തളരരുത്, അമ്മക്കുട്ടി തളരരുത്. നമ്മൾ സവാള കട്ടിങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അതും ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയതാണ്, അതും കൂടി എൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു ചെറിയ പച്ചമുളക്, എരിവനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളൊരു 5 കണവയാണ് എടുത്തത്. നമ്മുടെ നാട്ടിൽ ഇതിന് കണവ എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിൽ കൂന്തൽ, കണവ, അങ്ങനെ ഓരോ പേരാണ്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു ചിക്കൻ മസാലയും കൂടി ഇട്ട് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കണവ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പച്ചമണം മാറുമ്പോഴത്തേക്കും സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 5 കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണവും അതിൻ്റെ ബാലൻസ് വന്ന കട്ടിങ് പീസ് എല്ലാം കൂടെയാണ് ഇതിനകത്ത് മസാലയിലേക്ക് ഇട്ടിരിക്കുന്നത്. ബാക്കി 4 മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ ഫില്ല് ചെയ്തെടുക്കാവേ. 4 കൂന്തലും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ടൂത്ത് പിക്ക് എടുത്ത് വെക്കുക. ഇനി ഇത്രയും ഉണ്ടാക്കുന്നതല്ല രസം. ഇനി ഇത് ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നതാണ് വലിയ പണി. അങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് ആദ്യം ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാൻ കൈവച്ച് തന്നെ ചെയ്ത് അങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ കൂന്തൽ നല്ല വീർത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. നന്നായിട്ട് ഫില്ല് ചെയ്ത് അതിന് 4 എണ്ണം ചെയ്യാനുള്ളത് കറക്റ്റ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഓരോന്നും ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. അത് അതിൻ്റെ അകത്ത് മസാലയും ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മളത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അത്യാവശ്യം ചെറിയ വലിപ്പം ഉണ്ടെങ്കിലും ചിലതൊക്കെ തീരെ ചെറുതായിരുന്നു കേട്ടോ. ഒരു കൂന്തൽ കുറച്ച് വലിപ്പം കുറവായിരുന്നു. അതിനകത്തൊക്കെ ഫില്ല് ചെയ്യാൻ വലിയ പാടായിരുന്നു. അതെ, അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാനൊരു ഇല വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ടൊന്ന് ആവി കയറ്റി ഒരു 5 മിനിറ്റോളം ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട്, ആദ്യം ഇട്ട മുളക് പൊടി ഞാൻ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂന്തൽ വേവിച്ച വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടി എണ്ണയിൽ കരിയാതെ നോക്കണം കേട്ടോ. തീ നമ്മൾ വളരെ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അതേപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഈ ആവി കയറ്റി വെച്ച കണവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരിച്ചും മറിച്ചും കുറച്ച് നേരം ഇട്ട് ആ അരപ്പെല്ലാം അതിനകത്തോട്ടൊന്ന് നന്നായിട്ട് പിടിക്കണം. അതുവരെ അതിനകത്തൊന്ന് നന്നായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് ഒരുപാട് നേരം ഇട്ട് ആവി കയറ്റുന്ന സമയത്ത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഒരുപാട് നേരം ഇട്ട് വേവിക്കരുത്. കാര്യം ഇത് റബ്ബർ പോലെ അങ്ങ് ആയിപ്പോൾ. കുക്കായാലും
ഇത് വല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലായിപ്പോൾ. ഇത് ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.